സോ ഗൈസ്, അങ്ങനെ സോണിയുടെ ഭാഗത്ത് നിന്നും അവരുടെ നെക്സ്റ്റ് ഫിലിമായിട്ടുള്ള സോണി മാർവൽ കൊളാബറേഷന് വരുന്ന അവരുടെ നെക്സ്റ്റ് സിനിമയായിട്ടുള്ള വെനം 3 അല്ലെങ്കിൽ വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ ആ ഒരു ട്രെയിലർ ഞാൻ കണ്ടു. എനിക്കൊന്ന് ഇന്നലെയാണെന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ 4-ാം തീയതി എങ്ങാണ്ടാണ്. 3-ാം തീയതി വൈകിട്ടാണ് ഈ സാധനം റിലീസ് ചെയ്തത്. സോ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ അവിടെ എഡിറ്ററിന് എക്സാം ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു പരിമിതികളുണ്ടൊക്കെ കൂടാണ് ഈ റെക്കോർഡ് ചെയ്യാൻ ഇത്ര താമസിച്ചത്. സോ ആ ഒരു ട്രെയിലറെ കുറിച്ചുള്ള എൻ്റെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരുപാട് പറയാൻ വേണ്ടത്. ഒരു തോട്ടും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് വെനം ദ ലാസ്റ്റ് ഡാൻസ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യുക. നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ടൈപ്പ് ഇതുപോലുള്ള സിനിമയും സീരീസും കോമിക്സ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്, പ്ലാനിങ്ങിലാണ്. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മുന്നിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ പറയാൻ വന്നത് വെനം 3 അല്ലെങ്കിൽ വെനം ദി ലാസ്റ്റ് ഡാൻസ്. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് സോണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ ആദ്യം പറയേണ്ടതാണ്. സോണി കഴിഞ്ഞ മാർവൽ സോണി സിനിമകളുടെ കൊളാബറേഷൻ പക്ഷേ ഈ പറയുന്ന പോലെ നോവേ ഹോമിന് ശേഷം ഇറങ്ങിയ സിനിമകളെല്ലാം പട്ടേന്ന് പറഞ്ഞ് പൊട്ടി പണ്ടാറടങ്ങിയിരിക്കുകയാണ്. പടക്കം പോലും ഇത്ര നന്നായിട്ട് പൊട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്ര നല്ല ഗംഭീര പൊട്ടലാണ്. ആ മേഡൻ പമ്പൊക്കെ എന്തോ കാണിച്ച് വെച്ചേക്കാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേപോലെ മോബിയസ്, ഈവൻ വെനം 2, വെനം 1 ഒരു വേറെ ലെവൽ സിനിമയായതിനും വെനം 2 അത്രയ്ക്ക് പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവരിങ്ങനെ പടക്കം പോലെ പൊടിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഉടനെ നേടേത് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിനുണ്ടായിരുന്നു. ഉടനെ വെനം 3 എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആ സിനിമ മിക്കവാറും പൊട്ടനായിരിക്കും, അല്ലെങ്കിൽ അവർ വെറുതെ ഡിലേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അവർ ഈ സിനിമ ഡിലേ ചെയ്ത് തന്നെ ഈ പറയുന്ന വെനം 3 എന്ന് പറയുന്ന സിനിമയെ അതിന് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിനെക്കുറിച്ച് വലിയ എക്സ്പെക്ടേഷൻ വേണ്ട, അത് വിട്ടേക്ക, അതിന്റെ വഴിക്ക് വിട്ടേക്ക. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. വെനം ദി ലാസ്റ്റ് ഡാൻസ്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരു ട്രെയിലറിനെ വെച്ചോണ്ടാണ് ഞാൻ ഈ ഒരു ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നല്ല നിങ്ങളുടെ അഭിപ്രായം അതിന്റെ കമന്റിലൂടെ അറിയിക്കുക. സോ ഈ ഒരു ട്രെയിലർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ലതാണ്, വേറെ ലെവലെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. എനിക്ക് അത്യാവശ്യം നൈസ് ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ ഈ ഒരു ട്രെയിലറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ MCUവിൽ ഈ പറയുന്ന പോലെ എഡ്ഡി ബ്രോക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോവേ ഹോമിന്റെ അവസാനം. എന്നാൽ അപ്പോൾ തന്നെ എഡ്ഡി ബ്രോക്കും വെനവും കൂടെ തിരിച്ച് പോകുന്നതായും കണ്ടു. എന്നാൽ അവരെങ്ങോട്ടാണ് പോയത് എന്നൊന്നും ഒരു കാര്യങ്ങൾ കാണിച്ചില്ല. അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ഒരു പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ എവിടെയാണോ നോവേ ഹോമിൽ നിർത്തിയത് ഒരുപക്ഷെ അവിടെ നിന്ന് തന്നെയായിരിക്കാം ഈ ഒരു സിനിമ തുടങ്ങുന്നതും. അങ്ങനെയാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ എഡ്ഡി ബ്രോക്കിന്റെ ഒരു യൂണിവേഴ്സിൽ തന്നെ ആവണം എന്നില്ല. മേ ബി ഈ പറയുന്ന പോലെ മോബിയസിന്റെ യൂണിവേഴ്സിലാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ വൾച്ചർ പോലും ഇപ്പൊ പുള്ളിയുടെ യൂണിവേഴ്സിലാണ്. പക്ഷേ ഈ ഇൻകേഷനും കാര്യങ്ങളും ഈ സോണി അറിയുന്നില്ല എന്നാണ് എന്റെ ഡൗട്ട്. അത് വിട്ടേക്ക്, അവരുടെ കാര്യമാണ്, വിട്ടേക്കുക. സോ എന്തായാലും നമ്മൾ നോവേ ഹോമിന്റെ അവസാനം കണ്ടു തീർത്ത കാര്യങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമ എനിക്ക് ട്രെയിലർ കണ്ടിടത്തോളം തോന്നുന്നു ഈ ഒരു സിനിമ PG-13 തന്നെയാണ്. ഇതിന്റെ അകത്ത് ഒരുപാട് വയലൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം പിള്ളേർക്ക്, ഒരുപാടല്ല, ഒരു 13 വയസ്സ് 14 വയസ്സ് 15 വയസ്സ് അതിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് വയലൻസ് കാണിക്കേണ്ട സീനുകളിൽ പോലും അത്രയ്ക്കധികം വയലൻസ് കാണിച്ചിട്ടില്ല. ബ്ലഡ് കാണിക്കേണ്ട സീനിൽ ബ്ലഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. മേ ബി ഈ ഒരു സിനിമ PG-13 ആവാൻ നല്ല ചാൻസും ഉണ്ട്. സോ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ ഒരുപാട് സിംബിയോട്സിനെ നമുക്ക് കാണാനായി സാധിക്കും. ഈവൻ വെനം പോലും പറയുന്നുണ്ട് പുള്ളിയുടെ ഗ്രഹത്തിലുള്ള ഒരുപാട് സിംബിയോട്സ് ഈ പറയുന്ന പോലെ ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ പറയുന്ന സിംബിയോട്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ട്രെയിലർ 8 ഭാഗങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. എന്നാൽ പോലും ഈ ഒരു സിനിമയിൽ ഈവൻ വെനത്തിനോളം തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ടോക്സിൻ എന്ന് പറയുന്ന ഒരു സിംബിയോട്ടാണ്. ആക്ച്വലി ടോക്സിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. ആക്ച്വലി ടോക്സിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വെനത്തിന്റെ ഒരു കൊച്ചുമകൻ എന്ന് പറയാം, ഈ പറയുന്ന കാർണേജിന്റെ മകനാണ്. സോ ഈ പറയുന്ന പോലെ നമ്മൾ വെനം 2 ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന് പറയുന്ന സിനിമയുടെ അവസാനം നമ്മൾ കണ്ടതാണ് ഒരു പോലീസ് ഓഫീസറിന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളറൊക്കെ വരുന്നതൊക്കെ. അത് ഈ പറയുന്ന പോലെ തന്നെ ടോക്സിൻ ആണ്. സോ ടോക്സിൻ എന്ന് പറയുന്ന ഈ ഒരു സിംബിയോട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ കാർണേജിനെ പോലും അല്ല, വെനത്തിനെ പോലും അല്ല. ഈവൻ പുള്ളി പക്ക ഒരു ഗുഡ് ക്യാരക്ടറായിട്ടാണ് ഈ കോമിക്സിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ഈവൻ ഈ പറയുന്ന പോലെ തന്നെ സ്പൈഡർമാന്റെയും ബ്ലാക്ക് ആൻഡും ഒക്കെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ടോക്സിൻ എന്ന് പറയുന്നത്. അതിലപ്പുറം നമ്മൾ എന്താണോ വെനത്തിൽ കണ്ടതും എന്താണോ കാർണേജിൽ കണ്ടതിനൊക്കെ കാട്ടിലും പവർഫുൾ ആണ് ഈ പറയുന്ന പോലെ ടോക്സിൻ എന്ന് പറയുന്നത്. ഈവൻ സ്പൈഡർ സെൻസിന് പോലും ഇമ്മ്യൂൺ ആണ് ഈ പറയുന്ന ടോക്സിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈവൻ പല ടൈപ്പിൽ ഉള്ള പവേഴ്സും കാര്യമുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തും കാര്യമാണ്. സോ അതൊന്നും അല്ല നമ്മൾ ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു ട്രെയിലർ കണ്ട എന്റെ പുറ തോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ പറയുന്ന ടോക്സിനും
കാര്യങ്ങളും ആയിരിക്കും ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ടോക്സിൻ വേഴ്സസ് വെനം എന്നൊരു രീതിയിലാണ് സിനിമ തുടങ്ങുന്നതെങ്കിൽ തന്നെയും സിനിമ അവസാനിക്കുമ്പോൾ ടോക്സിനും വെനും കൂടെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആവാം മേ ബി ഈ സിനിമ കാണാനായി പോകുന്നത്. അമേസിംഗ് സ്പൈഡർമാൻ 1ന്റെ അത്തൻ ലിസാർഡ് അല്ലെങ്കിൽ പ്രൊഫസർ കോണർ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. ഒരു ക്യാരക്ടർ റിട്ടേൺ അടിച്ചതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ പീറ്റർ പാർക്കറിന്റെ ചെറുപ്പകാലമൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഈ എന്തായാലും അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്, ആ ട്രെയിലർ നമുക്ക് കാണാനായി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താണോ നോവേ ഹോമിൽ കണ്ട ഒരു ബാർ സീക്വൻസ് അതേപോലെ ഒരു സീക്വൻസ് ഇവിടെയും കാണുന്നുണ്ട്. ബട്ട് ഈ യൂണിവേഴ്സിൽ വരുമ്പോൾ പുള്ളിക്ക് ഇച്ചിരി കൂടെ മുടിയും കാര്യമായിട്ടുണ്ട്, മറ്റിൻ്റെ അകത്ത് അത്രയും മുടിയും കാര്യമില്ല. ഈ ഒരു യൂണിവേഴ്സിൽ വരുമ്പോൾ പുള്ളിയുടെ വേരിയന്റ് അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയുടെ അവസാനം വരുമ്പോഴത്തേക്കും വെനും ടോക്സിനും കൂടെ ഒരുമിച്ച് നിന്ന് ബാക്കിയുള്ള സിംബിയോട്സിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സിനിമയുടെ പേര് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെനം ദി ലാസ്റ്റ് ഡാൻസ് എന്നാണ്. ഒരുപക്ഷെ ഈ ഒരു സിനിമയിലൂടെ തന്നെ വെനം ഒരുപക്ഷെ മരിച്ചേക്കാം. ഓക്കെ, ഇത് എന്താ എൻ്റെ ഒരു തിയറിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഫാൻ തിയറീസ് ഒക്കെ കാണാം. ഒരുപക്ഷെ ഈ ഒരു സിനിമയിലൂടെ ഒന്നെങ്കിൽ വെനം മരിച്ചേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വെനം മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോയേക്കാം, ഈ പറയുന്ന മോബീസിന്റെ യൂണിവേഴ്സിലൊക്കെ പോയേക്കാം. ഈവൻ ഈ പറയുന്ന പോലെ റിപ്പോർട്ട്സുകൾ അനുസരിച്ച് ഈ പറയുന്ന പോലെ സോണി വില്യൻസിനെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. സോ അതിനുവേണ്ടിയാണ് ഈ പറയുന്ന വൾച്ചറിനെ മോബീസിന്റെ യൂണിവേഴ്സിലോട്ട് കൊണ്ടുപോയതും ഒക്കെ. അതുപോലെ ഇപ്പൊ എന്താ ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രോഡ്യൂസ് ചെയ്തു. സോ മേ ബി ഈ പറയുന്ന പോലെ വെനത്തിനെയും ആ ഒരു യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോയേക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വെനത്തിന്റെ ഈ യൂണിവേഴ്സിലുള്ള അവസാന സിനിമയായിരിക്കും വെനം 3 അല്ലെങ്കിൽ വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മേ ബി വെനത്തിന്റെ അവസാന സിനിമയും ഇത് തന്നെ ആയിരിക്കാം. എന്തായാലും ഈ ഒരു സിനിമയിൽ അത്യാവശ്യം ഇത്രയും നാളും വലിയൊരു എന്താ പറയാ വലിയൊരു അട്രാക്ഷൻ ഇല്ലാത്തൊരു സിനിമയായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു സിനിമയായിരുന്നു. എന്നാൽ ട്രെയിലർ കണ്ടപ്പോൾ എന്തൊക്കെയോ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് പോയി കാണാമെന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയെ തോന്നുന്നത്. സോ അതുപോലെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൊടുക്കരുത്, ഒരു സിനിമ കാണുമ്പോഴും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുക്കരുത്. സോ മിനിമലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായി സാധിക്കും. സോ അങ്ങനെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് അത്യാവശ്യം കാണാൻ പറ്റിയത് നല്ല സിനിമയായിരിക്കും. ഐ മീൻ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പ്ലോട്ട് നല്ലതാണെങ്കിൽ നൈസ് ഒരു പടം ആവാൻ നല്ല ചാൻസ് ഉണ്ട്. വെനത്തിന്റെ കാർണേജിലുള്ള ക്ഷീണം ഈ ഒരു സിനിമയിലൂടെ അവർക്ക് തീർക്കാനായി സാധിക്കുന്നതുമാണ്. ആൻഡ് ഈ ഒരു ട്രെയിലറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ട്രെയിലറിന്റെ അവസാനം കാണിച്ചിട്ടുള്ള ഒരു ഫോഴ്സിന്റെ സീക്വൻസ് ഉണ്ട്, പക്കയാണ്. എനിക്ക് പേഴ്സണലി ആ സാധനം ഭയങ്കര അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് തുടക്കത്തിലെ VFXും കാര്യങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ട് ഒരു കണ്ണുകാടി തോന്നിയെങ്കിലും അവസാനം ആ കുതിരയുടെ സീക്വൻസിലെ ഒരു VFXും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈവൻ ട്രെയിലറാണ്, അതുകൊണ്ടാവാം അങ്ങനെ ഒരു VFX അവർ കൊടുത്തത്. ചിലപ്പോൾ സിനിമയിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല VFXും CG ഒക്കെ ആയേക്കാം. ആൻഡ് ആ ഒരു ഫോഴ്സ് സീക്വൻസും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. നിങ്ങളുടെ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായം കൂടെ താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ ഞാൻ ഈ ഒരു വീഡിയോയെ കുറിച്ച് ആ ട്രെയിലറിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര മിനിമലായിട്ട് പറയാം, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന പോലെ ഈ ഒരു ട്രെയിലറിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ടോക്സിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടല്ലോ താഴെ കമന്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം. സോ ഞാൻ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അതേപോലെ നമ്മുടെ ചാനലിൽ ഈ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി വരും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് മലയാളം.